കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 16-ാമത് വാക്യം. ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവ ഭക്തിയോടുകൂടെ അല്പധനം ഉള്ളത് നന്ന്. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം, സദൃശവാക്യങ്ങൾ രചിക്കപ്പെട്ടത് ശലോമോനിലാണ് അല്ലേ. ശലോമോൻ്റെ ജീവിതം നമുക്കറിയില്ലേ. ആദ്യം ദൈവഭക്തിയോടെ ഇരിക്കുകയും പിന്നത്തേതിൽ ദൈവത്തെ വിട്ടകന്ന് ലോകപ്രവൃത്തികളിലേക്ക് തിരിയുകയും ചെയ്ത ശലോമോൻ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിന്നെ റിട്ടേൺ ടു ഗോഡ്, ദൈവത്തിങ്കിലേക്ക് പിന്നെയും തിരികെ വരുന്ന ശലോമോനെയാണ് നമുക്ക് സഭാപ്രസംഗി, ഉത്തമഗീതം, സദൃശവാക്യങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ഈ പുസ്തകങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ ശലോമോൻ പല വിഷയങ്ങൾ തിരിച്ചറിയുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവാണ് ലൗകിക സുഖം അല്ലെങ്കിൽ ലോക മോഹം, ഇതൊക്കെ നശ്വരമാണ്, ഇതെല്ലാം മായയാണ് എന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു വാക്യങ്ങളാണ് നമ്മൾ ഈ പുസ്തകങ്ങളിലൂടെ സഭാപ്രസംഗി, അതുപോലെ സദൃശവാക്യങ്ങളിലൂടെയൊക്കെ നമ്മൾ ചെയ്യുന്നത് മനസ്സിലാക്കപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇവിടെയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ മനുഷ്യർ പോകുന്ന ഒരു വഴിയാണ് ധനത്തിൻ്റെ വഴി അല്ലേ. എല്ലാവർക്കും ആവശ്യമാണ്. നമുക്കിന്ന് ദിവസം ജീവിക്കണമെങ്കിൽ സമ്പത്ത് അനിവാര്യം തന്നെയാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വാരിക്കൂട്ടുന്ന സമ്പത്ത് കൊണ്ടുള്ള പ്രയോജനം സമാധാനമില്ലാത്ത ജീവിതം അല്ലേ. ഒരുപക്ഷെ 25-30 ലക്ഷം രൂപ ഇല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള ഒരു വലിയ വീട് വെക്കും. വീട് നമുക്ക് പാർക്കുവാൻ ഒരു വീട് ആവശ്യമാണ്. അലസ്തോത്രം ഇല്ലെങ്കിൽ 25-50 ലക്ഷം വരുന്ന അത്രയും വിലയുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നു. അലസ്തോത്രം റിമോട്ട് കൺട്രോളുകളുള്ള ഗേറ്റുള്ള വീടുകളിൽ പാർക്കുന്നു. ഇങ്ങനെയൊക്കെ പാർക്കുമ്പോഴും അകത്തളങ്ങളിൽ സമാധാനമുണ്ടോ, അല്ലെങ്കിൽ നിന്റെ ഹൃദയത്തിനകത്ത് കർത്താവുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ. പലപ്പോഴും ഈ എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ളപ്പോഴും മനുഷ്യൻ്റെ മനസ്സിനകത്ത് ഹൃദയത്തിൽ സമാധാനം നഷ്ടപ്പെടുന്ന ഒരു കാലത്തിലേക്ക് ഈ കാലം വന്നു നിൽക്കുകയല്ലേ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ഈ പ്രഭാതത്തിൽ ഒരു ദൂത് പറയാം. എന്താണ് ഈ വാക്യം പറയുന്നത്? ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ സ്തോത്രം യഹോവ ഭക്തിയോടുകൂടെ അല്പധനമുള്ളത് നന്ന്. അതാണ് തിരുവചനം പറയുന്നത്. അപ്പം യഹോവ ഭക്തിയില്ലാത്ത, ദൈവത്തിൽ ആശ്രയിക്കാത്ത, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാത്ത ഒരു ഭൗതിക സമ്പത്തിനേക്കാൾ ദൈവഭക്തിയുള്ള, ദൈവകൃപയുള്ള അല്പധനം ഏറ്റവും നല്ലത് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതിൻ്റെ അടുത്ത വാക്യം ശ്രദ്ധിക്കുമ്പോൾ കുറച്ചുകൂടെ ആഴമേറിയ ഒരു ചിന്ത പറയുന്നുണ്ട്. ദോഷമുള്ളയിടത്തുള്ള തടിപ്പിച്ച കാളയേക്കാൾ സ്നേഹമുള്ളയിടത്തെ സസ്യഭോജനം നന്ന്. അപ്പോൾ ദോഷമുള്ളതിനെ പ്രാപിച്ചിട്ട് എന്താ കാര്യം? പക്ഷേ സ്തോത്രം, ചെറുതാണെങ്കിലും സസ്യഭോജനം നല്ലതെന്ന് പറയുന്ന ഒരു ശലോമോനെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വലുതിലേക്കല്ല നമ്മുടെ ശ്രദ്ധ തിരിയേണ്ടത്, ഹൃദയസമാധാനമുള്ള ദൈവകൃപയുള്ള സ്തോത്രം ഒരു തലമാണ് ദൈവം നമുക്ക് നൽകുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ചിക്കൻ ബിരിയാണോ മട്ടൻ ബിരിയാണോ നമ്മുടെ വീട്ടിനകത്തൊരു പക്ഷേ ഇല്ലെന്ന് വരാം. എന്നാൽ ഉപ്പില്ലാത്ത കഞ്ഞിയാണ് നീ കുടിക്കേണ്ടി വന്നാൽ ഹൃദയസമാധാനത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നമുക്കത് അനുഭവിക്കാൻ കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ആ നന്മ പ്രാപിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ മേഖലകൾ മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുത്തെ ചിറകടിയിൽ ഞങ്ങളെ മറയ്ക്കണമേ, ദൈവകൃപ കൊണ്ട് പൊതിയണമേ. ആത്മീക ഭൗതിക മേഖലകളെ നന്മകളും ഉയർച്ചകളും ഉന്നതികളും കണ്ട് സന്തോഷിപ്പാൻ സ്വർഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.